ഇലക്ഷൻ പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ ഉണ്ടാകും, തീയതി നാളെയായിരിക്കും പ്രഖ്യാപിക്കുക എന്ന വളരെ സുപ്രധാനമായ വാർത്ത വരുന്നു. രാജ്യം കാത്തിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് എപ്പോഴായിരിക്കും നടക്കുക എന്ന് നാളെ അറിയാൻ സാധിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് വാർത്താ സമ്മേളനം വിളിക്കും എന്നാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നാളെ വൈകിട്ട് 3 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ സമ്മേളനത്തിലായിരിക്കും എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പ്രഖ്യാപിക്കുക. ഒപ്പം മറ്റ് ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ആ തീയതികളും നാളെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അച്യുതൻ ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായ അച്യുതൻ, സമ്പൂർണ്ണ യോഗത്തിൽ ഉണ്ടായ തീരുമാനമാണിത്. നാളെ വൈകിട്ട് 3 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി എപ്പോഴായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പ്രഖ്യാപിക്കും, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും പ്രജിൻ, പുതുതായി തെരഞ്ഞെടുത്ത 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചുമതലയേറ്റതിന് പിന്നാലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക യോഗം ചേർന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സംസ്ഥാന പര്യടനങ്ങൾ നടത്തിയിരുന്നു. എല്ലാ സംസ്ഥാനത്തെയും സാഹചര്യമടക്കം വിശദമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു പര്യടനമാണ് നടത്തിയത്. ഒടുവിൽ ജമ്മു കാശ്മീരാണ് പര്യടനം നടത്തി അവിടെ വാർത്താ സമ്മേളനം അടക്കം നടത്തിയിരുന്നു. എന്തായാലും ഇതിനെല്ലാം ഒടുവിൽ ഈ പര്യടനത്തിനൊടുവിലുള്ള റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ആ ഒരു തീയതി പ്രഖ്യാപനത്തിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത്. ആ തീയതി, അതായത് ആ പ്രഖ്യാപനം നാളെ 3 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. നാളെ ആ 3 മണിക്കാണ് ഈ തീയതി പ്രഖ്യാപനത്തിനായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായാലും അതിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് എത്ര ഘട്ടമായി നടത്തും, അത് ഏതൊക്കെ തീയതികളിലായിരിക്കും എന്നുള്ള കാര്യങ്ങളിലെല്ലാം നാളെ അറിയുവാൻ കഴിയും. ഒപ്പം ഇത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതികൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രജിൻ, അച്യുതൻ, നാളെ 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം എന്നതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, 2 ഒഴിവുകളായിരുന്നത് ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ കണ്ടെത്തുന്ന സമിതിയുടെ യോഗം ചേർന്ന് ആ 2 ഒഴിവുകളും ഫില്ല് ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ഇന്ന് രാവിലെ ചേർന്നു. അതിനു മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചത് തെരഞ്ഞെടുപ്പ് നടത്താൻ, പൊതു തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ അത് തെരഞ്ഞെടുപ്പാണ്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പാണ്, അതിനൊരുക്കമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെ സമ്പൂർണ്ണ യോഗം ചേരുകയും നാളെ ഔദ്യോഗികമായി ഈ തീയതി തീരുമാനിക്കും അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, നേരത്തെ വന്നത് 7 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കും രാജ്യത്ത് എന്നതാണ്. അങ്ങനെ സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ ഇതിനൊപ്പം നടക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് അതൊക്കെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഡൽഹിയിൽ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? വിജയൻ സൂചിപ്പിച്ചതുപോലെ 7 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താം എന്ന ധാരണയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഘട്ടങ്ങളുടെ എണ്ണം കൂട്ടാനായിട്ടുള്ള താല്പര്യം ഈ അർദ്ധസൈനിക വിഭാഗങ്ങൾക്കാണ്. അവർ ആ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. കാര്യം ഈ ഡിപ്ലോയ്മെന്റിന് കൂടുതൽ സാവകാശം ലഭിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് 10-നായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയോളം വൈകി ഇന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അവരുടെ മറ്റ് കടമകൾ പൂർത്തിയാക്കി ഈ കാര്യങ്ങൾ പരിസമാപ്തിയിൽ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി ഏതെങ്കിലും വിധത്തിൽ ഒരു വൈകൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധ്യമല്ല. വേഗത്തിൽ തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കുക എന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധത്തിലാണ് പോകുന്നത്. പക്ഷേ അവിടെ ഒരു അനുകൂല ഘടകം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പതിവിന് ഇത്തവണ മാറ്റം ഉണ്ടായിരിക്കുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് പകുതിയോളം ശതമാനമെങ്കിലും ആളുകളെ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന വിധത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് തീയതി അല്പം നേരത്തെ ആയാൽ പോലും, അഥവാ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഏപ്രിൽ മാസം പകുതിയോടുകൂടി ആയാൽ പോലും തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ആഘോഷങ്ങളാണ് ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ തീയതി പരിഗണിക്കുന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും അവസാനമായിട്ട് നിരീക്ഷിച്ചത്. അത് അനുസരിച്ച് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരാൻ പോകുന്ന ആഘോഷങ്ങൾ അതെല്ലാം കൂടി പരിഗണിച്ച്, വിഷുവൊക്കെയുള്ള ആഘോഷങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു തീയതിയിലേക്ക് വരിക. കഴിഞ്ഞ തവണ ഏതാണ്ട് 3-4 ഘട്ടമായിട്ടൊക്കെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോഴും ഇത്തവണ സാധാരണഗതിയിൽ ഈ
ആദ്യ മുൻ തവണത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടുത്ത തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ താഴെ തട്ടിൽ നിന്ന് വീണ്ടും നടത്തുക എന്നുള്ളതാണ്. ഓരോ തവണയും റിവേഴ്സ് രീതിയിലാണ് നടത്തി വരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിന് ഏതാണ്ട് മധ്യത്തോടുകൂടി 3-4 ഒക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷേ ഏതെങ്കിലും മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അഥവാ വിലയിരുത്തപ്പെടുന്ന മറ്റേതെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ജനവിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന മേഖലകളിൽ ഈ മതപരമായിട്ടുള്ള ആചാരങ്ങളുള്ള ദിവസം അതൊക്കെ കൂടി പരിഗണിച്ചിട്ട് ആയിരിക്കും തീരുമാനമെടുക്കുക. ഏതായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ എത്തും. നാളെ രാവിലെ സമ്പൂർണ്ണമായിട്ടുള്ള യോഗം വീണ്ടും ചേരും. ആ യോഗത്തിന് ശേഷമായിരിക്കും അന്തിമമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് തീയതികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുക. പ്രഖ്യാപനം ഉച്ചയ്ക്ക് 3 മണിക്കാണ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഇന്ന് അവസാനം നമ്മുടെ ഈ പ്രവൃത്തി ദിവസത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് പോലെ സർക്കാരിൻ്റെ പ്രവൃത്തി ദിവസത്തിൻ്റെ ഏറ്റവും നാളെ 3 മണി വരെ മാത്രമേ സർക്കാരിന് അങ്ങനെ പ്രവർത്തിക്കാനാകൂ. പെരുമാറ്റച്ചട്ടം അതിനു മുൻപേ നിലവിൽ വരും. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ സുപ്രധാനമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടി നമ്മൾ കാക്കുന്നുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകും എന്ന വിധത്തിലാണ് ലഭ്യമാകുന്ന സൂചനകൾ. പ്രധാനമന്ത്രി തുടരുക. ബി ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഉണ്ടാവാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ആർക്കേത് സൂചിപ്പിക്കുകയായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും ഇതിനോടകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് പകുതി പിന്നിട്ടു. BJP 250-നടുത്ത് സ്ഥാനാർത്ഥികളെ ഇതിനോടകം പ്രഖ്യാപിച്ചു. പ്രാദേശിക പാർട്ടികളൊക്കെ അവരുടെ സമ്പൂർണ്ണ ലിസ്റ്റ് പലരും ഇതിനോടകം പുറത്തിറക്കിയിട്ടുണ്ട്. പ്രചാരണം നേരത്തെ തന്നെ തുടങ്ങി. നേരത്തെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരമൊരു തന്ത്രമായി പല രാഷ്ട്രീയ പാർട്ടികളും നടപ്പാക്കി തുടങ്ങിയത്. അപ്പോൾ മുന്നണികൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് സജ്ജമായി എന്നത് ഇതിനോടകം വ്യക്തമാണ്. എത്ര കടുത്തതായിരിക്കും ഈ തവണത്തെ പൊതുതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പോരാട്ടം? അതിൻ്റെ മേഖലകൾ തിരിച്ചു നോക്കിയാൽ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ചിത്രം എന്താണ്? വിജയകുമാർ, ഇതിനകം വന്നിട്ടുള്ള അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ തന്നെ BJPയുടെ ഒരു ആധിപത്യമാണ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യത്തിന് വലിയ ഒരു പ്രകടനം ഇത്തവണ കാഴ്ചവെക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് ഈ അഭിപ്രായ സർവേകളൊക്കെ പ്രവചിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉണ്ടാകുമോ, വിവിധ സംസ്ഥാനങ്ങളിലെ വിഷയങ്ങൾ അത് വോട്ടർമാരെ സ്വാധീനിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുകയാണ്. നാളെ വൈകിട്ട് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക. വിവിധ ഘട്ടങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണ 7 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഏപ്രിൽ 11 തുടങ്ങി മെയ് 11 അവസാനിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ തവണ 2019 അന്ന് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ 7 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത്തവണ ഈ രാജ്യവ്യാപകമായ ഈ തെരഞ്ഞെടുപ്പ് അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ സുഗമമായി നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് കൂടി അവിടേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും അത് ഒരുമിച്ച് നടത്തണമോ എന്ന കാര്യമൊക്കെ കഴിഞ്ഞ ദിവസമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ശ്രീനഗറിലെത്തി വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ശ്രീനഗറിലെ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് കൂടി ഇപ്പോൾ ഉണ്ടാകുമോ എന്ന കാര്യം കൂടി ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ചേർന്നിട്ട് നാളെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വിജയകുമാർ.